Hello everyone. I am Dr. Said Hamid Tangal, Assistant Professor, Department of Zoology, Unity Women's College. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th ഇയർ ഡിഗ്രിയുടെ 2ാം സെമസ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1ാം സെമസ്റ്ററിൽ ഹ്യൂമൻ ഫിസിയോളജിയിൽ ബേസിക്സ് ഇൻ സെല്ലുലാർ ഫിസിയോളജി എന്നുള്ളൊരു ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. എന്നാൽ 2ാം സെമസ്റ്ററിൽ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂറോ ഫിസിയോളജി എന്ന് വെച്ചാൽ 1ാം സെമസ്റ്ററിൽ നമ്മൾ സെല്ലുകളും സെൽ ഓർഗനൽസുകളും അതിൻ്റെ ഡീറ്റെയിൽസുമായിരുന്നു പഠിച്ചത്. 2ാം സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ന്യൂറോ ഫിസിയോളജിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 145 ബില്യൺ ന്യൂറോൺസുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ വ്യത്യസ്തമായ ബില്യൺ കണക്കിനുള്ള ന്യൂറോൺസുകൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഫങ്ഷനുകൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് തുടങ്ങിയ രീതിയിലുള്ളതായിരിക്കും ന്യൂറോ ഫിസിയോളജിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ സെമസ്റ്ററിൽ ബേസിക്സ് ഇൻ സെല്ലുലാർ ഫിസിയോളജി എന്നുള്ള ഒരു ഭാഗമായിരുന്നു നമ്മളൊക്കെ പഠിച്ചത്. സെല്ലുകളും സെൽ ഓർഗനൽസുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷനുകളും തുടങ്ങിയതൊക്കെ ആയിരുന്നു 1ാമത്തെ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ 2ാം സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ന്യൂറോ ഫിസിയോളജി എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ന്യൂറോ ഫിസിയോളജി എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ നെർവുകൾ, ഞരമ്പുകൾ, അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഏകദേശം 145 ബില്യൺ കണക്കിന് ന്യൂറോൺസ് മനുഷ്യ ശരീരത്തിലുണ്ട് എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത്. ഈ 145 ബില്യൺ ന്യൂറോൺസുകളെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അവയെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് തുടങ്ങിയ രസകരമായ ഒരു വിഷയമായിരിക്കും ന്യൂറോ ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ ഉറക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മളൊക്കെ ഉറങ്ങുന്നത് ചില നെർവുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. ന്യൂറോ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യൻ്റെ ഉറക്കം എന്നുള്ളത്. മനുഷ്യൻ്റെ ഉറക്കം എങ്ങനെയാണ് എന്നുള്ളതും ഉറങ്ങുമ്പോൾ ഏതൊക്കെ നെർവുകളാണ് നമ്മുടെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശാലമായ ഒരു പഠനവും ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ന്യൂറോൺസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. നിങ്ങളൊക്കെ CT സ്കാൻ, MRI സ്കാൻ, ബ്രെയിൻ സ്കാൻ തുടങ്ങിയ സ്കാനിങ്ങുകളൊക്കെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഇതെല്ലതും ന്യൂറോൺസും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്കാനിങ്ങുകളാണ്. അപ്പോൾ നെർവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അസുഖങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, അതെല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള സ്കാനിങ്ങുകൾ ഇന്ന് അവൈലബിൾ ആണ് തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് ഗഹനമായ ഒരു ചർച്ച ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ 1ാം സെമസ്റ്ററിൽ ബേസിക്സ് ഇൻ സെല്ലുലാർ ഫിസിയോളജി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ 2ാം സെമസ്റ്ററിൽ തീർച്ചയായും ന്യൂറോ ഫിസിയോളജി തിരഞ്ഞെടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. പ്രത്യേകിച്ച് മേജർ കോഴ്സുകളായ ബോട്ടണി, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്, സൈക്കോളജി തുടങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ സോളജി ഓഫർ ചെയ്യുന്ന ഹ്യൂമൻ ഫിസിയോളജി തിരഞ്ഞെടുക്കലും ഉചിതമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.